അസ്സാം വലൈക്കും ഫാം, വെൽക്കം ബാക്ക് ടു സാറ കണക്റ്റ്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലോട്ടസ് ബിസ്കോഫിൻ്റെ മാരിഗോൾഡ് ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്ത ഒരു അടിപൊളി മാംഗോ പുഡിംഗ്. അപ്പോൾ മാംഗോ സീസണൊക്കെ അല്ലേ, അങ്ങനെ 4 മാംഗോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സ്, മാരിഗോൾഡ് ബിസ്ക്കറ്റ്, ഫ്ലോറ ബട്ടർ, ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ്, കസ്റ്റർഡ് പൗഡർ. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഞാനൊരു 1/4 കപ്പ് മിൽക്കിൽ മിക്സ് ചെയ്ത് വയ്ക്കുന്നതാണ് ആദ്യം ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് 2-3 ടേബിൾ സ്പൂൺ എടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂണിൽ ഒരു 1/4 കപ്പിൽ മിൽക്ക് എടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ മാംഗോയുടെ ട്രിപ്പിൾ ട്രീറ്റ് പുഡിംഗ് ഇൻ ഇംഗ്ലീഷ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി 1/2 കപ്പ് മിൽക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കണം. അതിന് ഞാനൊരു 1/2 കപ്പ് അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ആ മിൽക്ക് ഒഴിക്കുക. അത് ബോയിലായി വരുമ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡ് പൗഡർ വിത്ത് മിൽക്ക് അതിൽ പോർ ചെയ്യണം. സോ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ ആവും. ഞാൻ ഇത്തിരി കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാംഗോ ചങ്ക്സ് കുറച്ച് ഞാൻ മാറ്റി വെച്ചു. കുറച്ച് പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സി ജാറിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ. നല്ല മധുരമുള്ള മാംഗോസ് ആണെങ്കിൽ ഷുഗറിൻ്റെ ആവശ്യമില്ല. കുറച്ച് മിൽക്ക് ജസ്റ്റ് ഫോർ ദ ഫ്ലേവർ. അപ്പോൾ അത് മിക്സ് പ്യൂരി എടുക്കും. അപ്പോൾ നമ്മുടെ മാംഗോ പ്യൂരി റെഡിയായി. അത് മാറ്റി വയ്ക്കുക. ഇനി മാരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ ഈ ചെറിയ പാക്കറ്റിൽ നിന്നൊരു 1/2 പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ ജാറിൽ വെച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ക്രഷ്ഡ് ബിസ്ക്കറ്റ്സിൻ്റെ കൂടെ മെൽറ്റഡ് ബട്ടർ മിക്സ് ചെയ്ത് ഫസ്റ്റ് ലെയർ ബേസ് നമ്മൾ പാത്രത്തിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പ്യൂരി ഒഴിക്കുക, ലെവൽ ചെയ്യുക. അടുത്ത് ബിസ്ക്കറ്റ് ലെയർ വയ്ക്കുക, ക്രഷ്ഡ്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കസ്റ്റർഡിൻ്റെ മിക്സ് വെച്ചു. അത് കഴിഞ്ഞ് ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ ഇനി ക്രഷ് ചെയ്ത ലോട്ടസ് ബിസ്കോഫ് അടുത്ത ലെയറായിട്ട് അത് ലെയർ ചെയ്ത് കഴിഞ്ഞ് മാംഗോ പ്യൂരി അതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് വെച്ചു. പിന്നെ ക്രഷ്ഡ് നട്ട്സ്, കാഷ്യൂ, ബദാം ആൻഡ് പിസ്ത. എനിക്ക് സ്വീറ്റ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റിച്ച് ആയിരിക്കണം. അപ്പം ഞാൻ എൻ്റെ ടോപ്പിങ്സ് എപ്പോഴും കുറേ ഐറ്റംസ് ഉണ്ടാവും. ഞാൻ എക്സ്ട്രാ ടോപ്പിങ്സ് ഇതിലിടും. ഞാൻ പിന്നെ ചോക്ലേറ്റ് ലെയർഡ് ബിസ്ക്കറ്റും ഇതിൻ്റെ മേളിൽ ടോപ്പിംഗ് ആയിട്ട് ഇട്ടു. അങ്ങനെ 2 വെറൈറ്റി ഇട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഇടാം. ഞാൻ മാംഗോ ചങ്ക്സ് ആണ് ഇപ്പോൾ കാണിച്ചത്. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ഇടാം. നട്ട്സും ചോക്ലേറ്റ് ചങ്ക്സും അതിൻ്റെ മുകളിലിട്ടു. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും ഉണ്ടായിരുന്നു, അതും ഞാൻ ഇട്ടു.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഡിഷ് ക്ലോസ് ചെയ്ത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രീസറിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജിലും വെച്ചാൽ മതി. ഒരു 3 to 4 hours വെച്ച് കഴിഞ്ഞ് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. സോ അതിൻ്റെ മുകളിൽ ഞാൻ ഫെറോഷി റോഷറിൻ്റെ ചോക്ലേറ്റ് കൂടി ടോപ്പിംഗ് ആയിട്ട് വെച്ചു. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ടോപ്പിങ്സ് വേണമെങ്കിലും ഇടാം. സ്ട്രോബെറിയും യൂസ് ചെയ്യാം. ഇതൊരു യമ്മി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സ്റ്റേ ട്യൂൺഡ്. Subscribe to Zara Connect. Thank you for tuning in.